നമസ്കാരം. ലൈവ് at 6 ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്ത. കാപ്പ കേസ് പ്രതി ആർ സുഗതന് അവധി അനുവദിച്ച് തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ 2 സ്വതന്ത്രർ ഉൾപ്പെടെ 51 പേർ പിന്തുണച്ചു. പ്രതിഷേധവുമായി LDF-ഉം UDF-ഉം. വാർഡ് കൗൺസിലർ സുഗതനെ 6 മാസത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. അവധി നൽകിയത് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ പ്രകാരമെന്ന് മേയർ. PM ശ്രീയിൽ UDF-ൽ ഭിന്നത. കൺവീനറെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി. UDF-ൽ ചർച്ച നടന്നിട്ടില്ല. അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ് ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ അങ്ങനെ അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. കൺവീനർ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല. തർക്കമുണ്ടായിട്ടില്ല എന്ന് അടൂർ പ്രകാശ്. മുത്തങ്ങയിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദനടക്കം 56 പ്രതികളെയും വെറുതെ വിട്ടു. 2ാം പ്രതി മാത്രം കുറ്റക്കാരൻ. കേസിന്റെ നടത്തിപ്പിൽ തൃപ്തരല്ലെന്ന് വിനോദിന്റെ കുടുംബം. മരിച്ച ജോഗിക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ലെന്ന് CK ജാനു. ന്യൂസ് 18 വാർത്തയിൽ ഇടപെട്ട ആഭ്യന്തരമന്ത്രി. പ്രീ റോൾ കോൺ വിൽപ്പനയിൽ നിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പിന്മാറണമെന്ന് രമേശ് ചെന്നിത്തല. ലഹരി വ്യാപാരത്തിൽ ഡെലിവറി ബോയ്കളെ മറയാക്കരുതെന്നും മന്ത്രി. ന്യൂസ് 18 ഇംപാക്ട്. വടകരയിൽ അധ്യാപകരടക്കം പ്രതികളായ ലഹരി കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. പിന്നിൽ സുൽത്താൻ ബത്തേരി സ്വദേശി ഷിൻഡോ ബാബു. ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് കോടികൾ. പത്താം ദിനവും പാർലമെന്റ് പ്രക്ഷുബ്ധം. അമിത്ഷാ പ്രതികരിക്കണമെന്ന ആവശ്യം കടുപ്പിച്ച് പ്രതിപക്ഷം. ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ കേരളം പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗസയിൽ ബോർഡ് ഓഫ് പീസ് പദ്ധതി അംഗീകരിച്ച് ഹമാസ്. പൂർണ്ണമായും നിരായുധീകരണത്തിന് സമ്മതിച്ചു. പ്രതികരിക്കാതെ ഇസ്രായേൽ. പുതിയ അതോറിറ്റിക്ക് കീഴിൽ പലസ്തീനെ കൊണ്ടുവരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. കാവേരിയിൽ തിളച്ചുമറിഞ്ഞ് കർണാടകയും തമിഴ്നാടും. ഓഗസ്റ്റ് 13-ന് കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്ത് കന്നഡിക സംഘടനകൾ. വിജയിയെ തടയുമെന്ന് പ്രതിഷേധക്കാർ. 3-ാം തീയതിയിലെ മുഖ്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച മാറ്റി. ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന് കർണാടക. വാർത്തകളിലേക്ക് വിശദമായി. തിരുവനന്തപുരം കൗൺസിലിലെ നിർണായക യോഗത്തിൽ കൗൺസിലർ ആർ സുഗതന് അവധി നൽകി നഗരസഭാ കൗൺസിൽ. ജയിലർ മുഖാന്തരം നൽകിയ അപേക്ഷ കൗൺസിൽ അംഗീകരിച്ചു. ഹാജരാകാൻ കഴിയുന്നില്ല എന്നുള്ള അവധി അപേക്ഷ 51 പേരുടെ പിന്തുണയോടുകൂടിയാണ് അംഗീകരിച്ചത്. വാഴോട്ടുകോണം BJP കൗൺസിലർ ആർ സുഗതൻ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് VU സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേനയാണ് അവധിയായി നൽകിയത്. 6 മാസത്തേക്ക് ഹാജരാകാൻ കഴിയില്ല എന്നാണ് നിലപാട്. പൗണ്ടുകടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേരാണ് കൈ ഉയർത്തി ഈ അവധി അപേക്ഷ അംഗീകരിച്ചുവെന്ന് അറിയിച്ചത്. മേയറിന്റെ പ്രതികരണത്തിൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ലീവ് അറിയിച്ചിട്ടുള്ളത് വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് 6 മാസത്തേക്ക് കൗൺസിലിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഹാജരാകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ്. കോർപ്പറേഷനിലെ 2ാമത്തെ സ്വതന്ത്ര കൗൺസിലറെയും ഒപ്പം ചേർത്താണ് BJP കാര്യങ്ങൾ നീക്കിയത്. സുഗതൻ വിഷയത്തിൽ BJPക്ക് ഒപ്പമാണെന്ന് പൗണ്ടുകടവ് കൗൺസിലർ സുധീഷ് വ്യക്തമാക്കി. കൗൺസിൽ മുടക്കമില്ലാതെ നടക്കാൻ വേണ്ടിയാണ് ഈ പിന്തുണയെന്നും കോൺഗ്രസ് വിമതനായി ജയിച്ച സുധീഷ് പറഞ്ഞു.
മാറ്റം അത് ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. എന്താണ് കാരണം എന്താണെന്ന് തോന്നുന്നത്? കൗൺസിൽ നന്നായി നടക്കണം. കൗൺസിൽ നടക്കണം. ഇത് എന്നും വന്ന് ഇതിന്റെ പേരിൽ ഇവിടെ വന്ന് ഒരു സുഖം തന്നെയല്ല ഇവിടെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കോർപ്പറേഷന്റെ സാമ്പത്തികമായിട്ടും ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് കോർപ്പറേഷന്റെ പ്രവർത്തനം തന്നെ അവതളത്തിലാക്കുന്ന ഒരു അവസ്ഥ. അതിനെക്കുറിച്ചാണ് പ്രതിപക്ഷം സംസാരിക്കാനുള്ളത്. അല്ലെ സുഖം തന്നെയല്ല ഇവിടുത്തെ ഒരു വിഷയം. സുഖത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ല ഇവിടെ നമ്മൾ പ്രതിഷേധിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്, ഈ കോർപ്പറേഷന്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ച ചെയ്തതിലൂടെയാണ് പ്രതിപക്ഷത്തിന്റെ കഴിവ് തെളിയിക്കാനുള്ളത്. അല്ലാണ്ട് ഒരു സുഖത്തിന്റെ ഒരു വിഷയം പറഞ്ഞ് ഈ കോർപ്പറേഷനെ തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് തെറ്റായി കീഴ്വഴക്കണമെന്ന് ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തതല്ലേ, ഭൂരിപക്ഷമുള്ളവർ ഭരിക്കട്ടെന്നേ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ അവധി അപേക്ഷിക്കാമെന്നും അത് കൗൺസിൽ വോട്ടിനിട്ട് പാസാക്കണമെന്നും ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ ഉണ്ടെന്ന് മേയർ വി രാജേഷ്. 6 മാസത്തേക്ക് സുഗതന് അവധി നൽകിയത് നിയമപരമാണ് എന്നും വി രാജേഷ് പറഞ്ഞു. അല്ല, മുനിസിപ്പൽ ആക്ടിന്റെ ബലത്തിലാണ് എല്ലാം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ അതിനൊരു പിൻബലമായിട്ടുണ്ട്. കാര്യം ഗവൺമെന്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്താൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് ലാസ്റ്റ് ലൈൻ. സുരക്ഷിതമായിരിക്കുന്നു, താങ്കൾ അയോഗ്യനാക്കപ്പെടുകയില്ല. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാർ സർക്കുലറാണ്, അദ്ദേഹത്തിനടുത്ത് മറുപടിയായിട്ട് എടുക്കാം. ഒരു സർക്കുലറാണ്, അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ്. മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. നടന്നത് ചട്ടവിരുദ്ധമായ നടപടിയാണെന്ന് KS ശബരിനാഥൻ ആരോപിച്ചു. പാലക്കാട് നഗരസഭയിൽ 3 തവണ ഹാജരാകാതിരുന്ന കൗൺസിലറെ അയോഗ്യനാക്കാൻ ഇതേ നിയമങ്ങൾ തന്നെയാണ് BJP കൗൺസിലർമാർ അന്ന് ഉയർത്തി കാണിച്ചതെന്നും ശബരിനാഥൻ. ലീവിന് കൈപൊക്കി പാസ്സാക്കാവുന്ന നിയമവശമൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം പഠിക്കട്ടെ, പക്ഷേ സ്ട്രോങ് ആയിട്ട് ഇതിന് തിരിച്ചും മറിച്ചുമുള്ള കേസുകളുണ്ട്. ഞാൻ സൈറ്റ് ചെയ്യുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം പാലക്കാട് മുനിസിപ്പാലിറ്റി നടന്ന കേസിൽ ഇത് പറഞ്ഞുകൊണ്ട് 3 തവണ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കൗൺസിലറിന്റെ സ്ഥാനം റദ്ദാക്കിയപ്പോൾ അത് BJP-കാർ റദ്ദാക്കിയപ്പോൾ അതേ BJP-യുടെ ഉള്ള തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ BJP-കാരനായതുകൊണ്ട് അകത്ത് കയറ്റുകയാണ്. ഇതിനൊക്കെ നിയമമുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ച് ബഹുമാനപ്പെട്ട സെക്രട്ടറി നമ്മൾ പരാതി കൊടുത്തു. അദ്ദേഹം അത് പഠിക്കട്ടെ. നമ്മൾ എന്തായാലും ഹയർ ഇതിലേക്ക് പോകാറുണ്ട്. ഒരു കാര്യം പറയാനുള്ളൂ, നിയമവും ചട്ടങ്ങളും ഒക്കെ പഠിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഈ സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് UDF കൗൺസിലർമാർ പരാതി നൽകി. എന്നാൽ അവധി അപേക്ഷ അംഗീകരിച്ച കൗൺസിൽ നടപടി നിയമപരമാണ് എന്ന് നഗരസഭാ സെക്രട്ടറി J. മുഹമ്മദ് ഷാഫി പറഞ്ഞു. കേരള മുനിസിപ്പൽ ആക്ട് അനുസരിച്ചാണ് അവധി അപേക്ഷ പരിഗണിച്ചതെന്നും സെക്രട്ടറി റദ്ദാക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹം അന്യായം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി താഴെ പറയുന്ന നിരീക്ഷണങ്ങളാൽ അത് റദ്ദ് ചെയ്യാനാണ് ഉണ്ടായത്. 1900 അതിൽ ജുഡീഷ്യൽ കസ്റ്റഡി കാരണം ഒരു ജനപ്രതിനിധിക്ക് സ്ഥിരമായി പദവി നഷ്ടപ്പെടാൻ പാടില്ലെന്ന് നിരീക്ഷിച്ച കോടതി അദ്ദേഹത്തിൻ്റെ വാർഡ് അംഗത്വം നിലനിൽക്കുന്നതാണെന്ന് വ്യക്തമാക്കുകയും നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം സെക്രട്ടറി എന്ന നിലയിലുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ഒരു ആക്ഷേപം പരിശോധിക്കുകയും നിയമപരമായ അഡ്വൈസ് ലഭിച്ചതിന് ശേഷം നഗരസഭാ സ്റ്റാൻഡിംഗ് കൗൺസിൽ PM ശ്രീ പദ്ധതിയിൽ UDF-ൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാട് തള്ളി ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. പിന്മാറുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല, ഇന്നലെ അങ്ങനെ അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതായത് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റിന് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDF-ഉം പറയും, അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും പറയും. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റഭിപ്രായം ഉള്ളൂ. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു ചർച്ച അവിടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞു, മറ്റൊരു കോൺഗ്രസ് 100% ഇല്ലാത്ത വാർത്ത. UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരി. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ പറയുന്ന ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാനോ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. കൺവീനർ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. PM ശ്രീയിൽ നിന്ന് പിന്മാറാം എന്ന കാര്യം ജോൺ ബ്രിട്ടാസിന് അറിയാമെങ്കിൽ ഇക്കാര്യം ഒരു വട്ടമെങ്കിലും പിണറായി വിജയന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ എന്നും ചെന്നിത്തല. പിന്മാറിയാൽ ഫണ്ട് ലഭിക്കില്ല. PM ശ്രീയിൽ കരിക്കുലം സംസ്ഥാനം തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്തുകൊണ്ട് ഈ കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായി വിജയനോട് പറഞ്ഞില്ല? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു.
അദ്ദേഹം എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിനോട് ചെവിയിലെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ? പുറമേ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിന്. ചെവിയിലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. അന്ന് അതൊന്നും പറയാതെ ഇത്രയും ഒപ്പിട്ട് അതിനുശേഷം കൂടുതൽ ആനുകൂല്യങ്ങളും വാങ്ങിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായം വാങ്ങിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ തലയിലോട്ട് കയറണ്ട, ഞങ്ങളതിൽ ഇത് ഒപ്പിട്ട്. അല്ല, മറുപടി ആര് ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുക്കുമല്ലോ. അന്ന് എന്തുകൊണ്ടാണ് ഇത് ജോൺ ബ്രിട്ടാസിന് ഇത് അറിയാതെ? അദ്ദേഹം MP അല്ലേ. അദ്ദേഹം എന്തുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഈ കാര്യം പറഞ്ഞില്ല? അപ്പോൾ ഒപ്പിട്ടു, എല്ലാം അംഗീകരിച്ചു, അത് SSA ഫണ്ടും വാങ്ങിച്ചു, മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങളുടെ തലയിൽ ഇത് വെക്കണ്ട, അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. PMC പദ്ധതി സംബന്ധിച്ച് UDF ചർച്ച ചെയ്തിട്ടില്ല എന്ന UDF കൺവീനർ അടൂർ പ്രകാശ് MP. UDF യോഗത്തിൽ തർക്കമുണ്ടായിട്ടില്ല. ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടി തീരുമാനിക്കും. PMC പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് താൻ പറഞ്ഞിട്ടില്ല. UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഇല്ല, അതിനാണല്ലോ ഉപസമിതി വെച്ചിരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഉള്ള ഉപസമിതി വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇല്ല, എനിക്ക് അത്തരം കാര്യങ്ങൾ കൃത്യമായി ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. അത് പരിശോധിച്ചതിന് ശേഷം PMCയിൽ നിന്ന് പിന്മാറിയാൽ അതിന്റെ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ മറുപടിയും സർക്കാർ വാദത്തെ പൊളിക്കുന്നതാണ്. ഡാൻ കുര്യൻ റിപ്പോർട്ടിലേക്ക്. മുൻ സർക്കാർ PMC കരാറിൽ ഒപ്പുവെച്ചതിനാൽ അതിൽ നിന്ന് ഇനി പിന്മാറുന്നതിൽ സാങ്കേതികമായി പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനമെന്ന് മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിച്ചതിന് പിന്നാലെയാണ് അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി രമേശ് ചെന്നിത്തലയും അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീനും രംഗത്തെത്തിയത്. പക്ഷേ അതിനിടയിൽ ലീഗിന്റെ തന്നെ പോഷക സംഘടനയായ MSF അടക്കം PMC പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുകയും രാജ്യസഭയിൽ അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടിയിൽ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകുകയുള്ളൂ എന്ന് പരസ്യ പ്രതികരണവും നടത്തിയതിന് പിന്നാലെയാണ് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായ PK കുഞ്ഞാലിക്കുട്ടി തന്നെ PMCയെ തള്ളിക്കൊണ്ട് അതിൽ നിന്ന് എങ്ങനെ പിന്മാറാം എന്നതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നും UDFൽ അത്തരത്തിൽ ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും പരസ്യമായി വ്യക്തമാക്കി രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവരുന്ന വാർത്തകൾ അവാസ്തവമാണ്. UDFൽ ഏകകണ്ഠേന അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. PMC പദ്ധതി നടപ്പിലാക്കിയാൽ ഉണ്ടാകാനിടയുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട്. അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചത്. അതായത് മുന്നണിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ പരസ്യ പ്രതികരണത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. മറ്റൊരു രാഷ്ട്രീയ നയം കൂടി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് വേണം വായിച്ചെടുക്കാൻ. അതായത് ലീഗ് നേതൃത്വം പ്രതിപക്ഷത്ത് ആയിരുന്ന സമയത്ത് PMC പദ്ധതിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അങ്ങനെ ഒരു ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ലീഗിന്റെ അണികൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കാനിടയുള്ള ആശയക്കുഴപ്പം വളരെ വലുതാണ്. അതിനെതിരെ പോഷക സംഘടനകളിൽ നിന്ന് വരെ വിമർശനം ശക്തമായതിന് പിന്നാലെയാണ് ഇപ്പോൾ തങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന പരസ്യമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് PMC വിഷയത്തിൽ നയപരമായൊരു നിലപാടിലേക്ക് ലീഗ് നേതൃത്വം മാറുന്നത്. അങ്ങനെയെങ്കിൽ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ ലീഗിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് എങ്ങനെ PMC പദ്ധതിയുമായി ഇനി സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയും എന്നതാണ് രാഷ്ട്രീയമായി ഏറെ ജിജ്ഞാസ ഉളവാക്കുന്ന ചോദ്യം. പുതിയ സാഹചര്യത്തിൽ PMC വിഷയം വീണ്ടും ചർച്ച ചെയ്യുമെന്ന് മന്ത്രി റോജി M. ജോൺ. ഉപസമിതിയും മന്ത്രിസഭയും വീണ്ടും ചർച്ച ചെയ്യും. ഉപസമിതി അംഗം എന്ന നിലയിൽ കരാർ മുഴുവൻ പരിശോധിച്ചിരുന്നു. അന്നൊന്നും പിന്മാറാമെന്ന വ്യവസ്ഥ ഇല്ലായിരുന്നു. ഇന്നലെ മാത്രമാണ് കേന്ദ്ര സർക്കാർ പുതിയ നിലപാട് പറഞ്ഞതെന്നും റോജി M. ജോൺ. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്ന മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് പുതിയൊരു സാഹചര്യമാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, കരാറിൽ വളരെ വ്യക്തമായി ഇത് പിന്മാറാൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നും കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരമെന്നും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞത് പുതിയൊരു സാഹചര്യമാണ്. അത് ആ സാഹചര്യത്തിൽ അത് UDF ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയും ക്യാബിനറ്റും ഒക്കെ ചർച്ച ചെയ്ത് അതിനെ സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകും.
പ്രീ റോൾ കോൺ വിൽപ്പനയിൽ നിന്ന് പിന്മാറണമെന്ന ഇൻസ്റ്റാമാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രീ റോൾ കോണുകൾ ലഹരി വ്യാപനത്തിന് ഇടയാക്കുമെന്നും ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും ചെന്നിത്തല പ്രതികരിച്ചു. ഇൻസ്റ്റാമാർട്ടിലൂടെ പ്രീ റോൾ കോണുകൾ വിൽക്കുന്നത് സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയിലാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് 18 ഇമ്പാക്ട്. ഇൻസ്റ്റാമാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ലഹരി ഉപയോഗത്തിന് എളുപ്പവഴികൾ യുവാക്കൾ പ്രത്യേകിച്ച് കുട്ടികൾ തേടുന്നുവെന്ന വാർത്തയാണ് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. പ്രീ റോൾ കോണുകൾ എന്ന പേരിലുള്ള കോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നു. അതിന് ഇൻസ്റ്റാമാർട്ട് വഴി വളരെ വേഗത്തിൽ കുട്ടികൾക്ക് ഇത് ലഭ്യമാകുന്നു എന്നായിരുന്നു ന്യൂസ് 18 വാർത്ത. ആ വാർത്തയിലാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഗൗരവതരമായ വിഷയമാണിത്. അടിയന്തര നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ഈ ഡെലിവറി ബോയ്കളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ മയക്കുമരുന്ന് വ്യാപനം ശക്തമായി തന്നെ നേരിടും. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ പരാമ്പ്രയിൽ കോഴിക്കോട് ഉണ്ടായ സംഭവം തന്നെ അധ്യാപകർ ഉൾപ്പെട്ട സംഭവം തന്നെ വളരെ ഗൗരവമുള്ളതാണ്. അതിനകത്തൊരു ഡെലിവറി ബോയിയുടെ സാന്നിധ്യം നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഡെലിവറി രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറണം. ഇത് ശരിയല്ല. ഈ ലഹരിയുടെ വ്യാപനത്തിന് നിങ്ങൾ കരുക്കളായി മാറുന്നത് ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ശക്തമായ നടപടി ഉണ്ടാകും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള പ്രചരണം ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഡെലിവറി ബോയ്സ് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ അവിടെ കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇൻസ്റ്റാമാർട്ട് വഴി ഒരു ഓർഡർ വന്നാൽ, ഇൻസ്റ്റാമാർട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം പോലെ ഓർഡർ വന്നാലും അത് കൊടുക്കുക എന്ന് മാത്രമാണ് ഡെലിവറി ബോയ്സിൻ്റെ ജോലി. അത് ആ വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരം വസ്തുവകകൾ ഈ ഇൻസ്റ്റാമാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാക്കാതിരിക്കുകയാണ് വേണ്ടത്. അതിനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ഈ പ്ലാറ്റ്ഫോമുകളുമായി സർക്കാർ ചർച്ച നടത്തി ഇത്തരം കാര്യങ്ങൾ, ഈ പ്രീ റോൾ കോൺ ഉൾപ്പെടെയുള്ളവ ഇൻസ്റ്റാമാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും വളരെ ഗൗരവമുള്ള വിഷയമാണിത്. ഇതിൽ അടിയന്തര നടപടി ഉണ്ടാകും. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട പിന്മാറണമെന്ന് കൂടി ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൂഫാൻ പോലുള്ള വലിയ പദ്ധതികളുമായി ആഭ്യന്തരവും മുന്നോട്ട് പോകുമ്പോൾ ഈ ലഹരി വ്യാപനത്തിന് വഴിവെക്കുന്ന, ലഹരി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഓരോ സംവിധാനങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കോഴിക്കോട് വടകരയിൽ 3 അധ്യാപകരടക്കം 5 പേർ അറസ്റ്റിലായ ലഹരി കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. സുൽത്താൻ ബത്തേരി സ്വദേശി 22-കാരനായിട്ടുള്ള ഷിൻഡോ ബാബുവാണ് ഈ മാഫിയയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അധ്യാപികമാർ അക്കൗണ്ടുകളിലേക്ക് വന്ന പണം കൈമാറിയിരുന്നത് അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിനായിരുന്നു. ജിജിൻ ഈ പണം ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് കൈമാറുകയായിരുന്നു പതിവെന്നും പോലീസ് കണ്ടെത്തി. പോലീസുകാരനായ വിനോദ് മുത്തങ്ങ സമരത്തിനിടെ കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 56 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 2ാം പ്രതി അശോകൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിലും ഇയാൾ മരിച്ചതിനാൽ ശിക്ഷ വിധിച്ചില്ല. പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാമിനെയും വനപാലകരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ചു. പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ വിനോദിന്റെ കുടുംബം രംഗത്തെത്തി. 2003 വയനാട് മുത്തങ്ങയിൽ ആദിവാസികൾ കയ്യേറിയ വനഭൂമി ഒഴിപ്പിക്കാൻ ആന്റണി സർക്കാർ നടത്തിയ പോലീസ് നടപടിയാണ് ഈ വെടിവെപ്പിലും കൊലപാതകങ്ങളിലും കലാശിച്ചത്. കൊല്ലപ്പെട്ട ജോഗിക്കും ഒപ്പം വിനോദിനും നീതി കിട്ടിയില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ TM റഷീദ് പറഞ്ഞു. പോലും 57 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഒരു പ്രതിയെ ഒഴിച്ച് മറ്റൊരു പ്രതിക്കുമെതിരെ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട വിനോദിനും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ജോഗിക്കും ഈ കേസിൽ നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം CBI അന്വേഷണം നടന്നിട്ട് പോലും ഒരു ഷെഡിനുള്ളിൽ നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങൾ ഒരേ സമയത്ത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് 2 കൊലപാതകങ്ങൾ നടക്കുന്നത്. ഈ 2 കൊലപാതകങ്ങളും 100 കണക്കിന് പോലീസുകാരുടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയും IPS ഉദ്യോഗസ്ഥൻ്റെയും മറ്റ് നിരവധി ആളുകളുടെയും മുന്നിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് പോലും ആ കേസിൽ CBIക്ക് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ജോഗി കൊല്ലപ്പെട്ടത് പോലീസ് നടപടിക്കിടെ ബോധപൂർവം ഉണ്ടായതല്ലെന്ന കണ്ടെത്തൽ കോടതി നേരത്തെ അംഗീകരിച്ചതാണെന്ന് പ്രോസിക്യൂട്ടർ ബോബി ജോസഫ്. ജേറിനെ തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പല സാക്ഷികളും ഇപ്പോൾ തന്നെ 2ാം പ്രതിക്കെതിരെ കൊലക്കേസ് കണ്ടെത്തിയെങ്കിലും ശിക്ഷിക്കാനായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പല സാക്ഷികളും
സ്ഥലത്തില്ലാതാവുകയും മരണപ്പെടുകയും അല്ലെങ്കിൽ രോഗാവസ്ഥയിലാകുകയും അതുപോലെ പ്രതികളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇനി പ്രോസിക്യൂഷൻ്റെ സ്റ്റെപ്പ് എന്താണ്? ഇനി ജഡ്ജ്മെൻറ്റ് കാണണം. അതിൽ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടോ അല്ലെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യബിൾ ആണ് എന്തെങ്കിലും എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ ചലഞ്ച് ചെയ്യും, ഹൈക്കോടതിയിൽ പോകും. ഇത്രയാണ്. കേസ് നടത്തിപ്പിൽ കുടുംബം തൃപ്തരല്ലെന്ന് മുത്തങ്ങയിൽ കൊല്ലപ്പെട്ട പോലീസുകാരൻ വിനോദിന്റെ സഹോദരൻ ബാബു. അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല. വിനോദിന്റേത് സമൂഹത്തിന് വേണ്ടിയുള്ള ആത്മാഹുതിയാണെന്ന് ബാബു പറഞ്ഞു. ഈ ഒരു ആത്മാഹുതി എന്നുള്ളത് സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു ഉദാത്തമായ കർത്തവ്യമാണ്. അന്ന് ഈ അവിടെ നടന്ന നടപടിക്രമങ്ങൾ ശരിയായിരുന്നു എന്ന് സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല. തീർച്ചയായിട്ടും ഇത് നിരാശാജനകം തന്നെയാണല്ലോ. കാരണം 23.5 വർഷം കാത്തിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ നിരാശാകരമായ ഒരു കാര്യമാണ്. കൂടാതെ ഈ വിധി പ്രസ്താവം പിന്നെ അനുജൻ്റെ കൊലപാതക കേസിൽ മുഴുവൻ ആൾക്കാരെ വെറുതെ വിട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമാണ്. എൻ്റെ പിതാവ് 5 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അപ്പോൾ അതുവരെയും അന്വേഷിക്കുമായിരുന്നു ഈ കേസിൻ്റെ സ്ഥിതി എന്തായി. ആ സമയം എനിക്കിപ്പോൾ തോന്നുന്നു അദ്ദേഹം ഈ വിധി കേൾക്കാനില്ലാതിരുന്നത് നല്ലതായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മുത്തങ്ങ കേസിൽ കോടതി വിധി ജനാധിപത്യ വിരുദ്ധവും വിവേചനപരവുമാണെന്നായിരുന്നു CK ജാനുവിന്റെ പ്രതികരണം. എല്ലാവരെയും വെറുതെ വിടേണ്ടതായിരുന്നു. പോലീസ് വെടിവെപ്പിന്റെ ഭാഗമായി ഉണ്ടായ സംഭവമാണിത്. വെടിവെപ്പിൽ മരിച്ച ജോഗിക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നും CK ജാനു. പുനർജനി കേസ് വിടാതെ CPM. മുഖ്യമന്ത്രി VD സതീശന് കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് തീരുമാനത്തിനെതിരെ CPM നേതാക്കൾ രംഗത്തെത്തി. തന്റെ ബോസ് അടിപൊളിയാണെന്ന് പറയുന്ന ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തലയെന്ന് P. രാജീവ് പറഞ്ഞു. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിദേശ ഫണ്ട് വാങ്ങിയാൽ എന്താണ് തെറ്റെന്നാണ് ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നതെന്നും രാജീവ്. അത്യപൂർവമായിട്ടാണ് ഒരു ആഭ്യന്തരമന്ത്രി തൻ്റെ ബോസ് വളരെ ശുദ്ധനാണ് എന്ന് റിപ്പോർട്ട് നൽകുന്നത്. കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഈ പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിദേശത്ത് പോകാനായിട്ട് അനുമതി ചോദിച്ചത്. അനുമതി നൽകിയില്ലല്ലോ. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ അത്ഭുതകരമാണ്. ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ നിയമങ്ങളെല്ലാം മനസ്സിലാക്കണമല്ലോ. മണ്ഡലത്തിൽ വീട് പണിയുന്നതിന് വേണ്ടി വിദേശത്ത് പോയി ഫണ്ട് പിരിച്ചാൽ കുഴപ്പമില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞെങ്കിൽ ആ ക്ലീൻ ചീറ്റ് അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിയതായിരിക്കാനാണ് ഇട. നിയമപ്രകാരം അദ്ദേഹം പറഞ്ഞു ഇതുമായി നിങ്ങൾ പറഞ്ഞനുസരിച്ച് അതുമായി ചേർന്ന് നിൽക്കുന്നതല്ല ഈ കുറ്റവിമുക്തനാക്കുന്ന നടപടി. പ്രതിഷേധം തുടരാനാണ് CPMന്റെ തീരുമാനമെന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീശൻ വ്യക്തമാക്കി. വിജിലൻസിന്റെ പരിധിയിൽ നിൽക്കുന്ന കേസല്ല, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. ഒരു ഭരണാധികാരി അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന ഒരു കേസ് നിലനിൽക്കുമ്പോൾ അത് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശോധന കുറെ കൂടി ഉയർന്ന രൂപത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെയെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി തന്റെ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയെ കൊണ്ട് പ്രഖ്യാപനം നടത്തി ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത് ഒരു വിചിത്രമായ രീതിയാണ്. അത് അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ജനങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നാളിതുവരെ ഇത്തരത്തിലുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടുകൾ എന്തെങ്കിലും വന്നാൽ അതിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട കോടതിക്കകത്ത് സമർപ്പിച്ചു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കുമ്പോഴാണ് കേരളത്തിന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ആഭ്യന്തരമന്ത്രി തന്നെ ക്ലീൻ ചീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇനി അതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യവും പറയാനില്ലാത്ത രൂപത്തിലേക്കാണ് അത് പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇത് തെറ്റാണ്, അധികാര ദുർവിനിയോഗമാണ്, കേരളത്തിന് അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുക. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. അയോധ്യ സംഭാവന കൊള്ള, CJP സമരക്കാർക്കെതിരായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളം. माननीय सदस्यगण, मैंने कई बार आग्रह किया है आपसे। അയോധ്യ സംഭാവന കൊള്ളയിൽ പാർലമെന്റ് വളപ്പിലും പ്രതിഷേധം ഉണ്ടായി. കാവി ധരിച്ചെത്തിയ സ്വതന്ത്ര MP പപ്പു യാദവ് BJPയെ ട്രോളി സംഭാവന കൊള്ള അഭിനയിച്ചു.
കാവേരി നദീജല വിതരണ തർക്കത്തിൽ കർണാടകയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കന്നഡ സംഘടനകൾ ഓഗസ്റ്റ് 13-ന് ബന്ദിന് ആഹ്വാനം ചെയ്തു. കർഷക സംഘടനകൾ, കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് അടക്കമുള്ള സംഘടനകളാണ് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ രംഗത്തെത്തിയത്. വിഷയം ചർച്ച ചെയ്യാനായി ഓഗസ്റ്റ് 3-ന് തീരുമാനിച്ചിരുന്ന തമിഴ്നാട്, കർണാടക മുഖ്യമന്ത്രിമാരുടെ യോഗം മാറ്റിവെക്കുകയും ചെയ്തു. തമിഴ്നാടിന് ഇപ്പോൾ വെള്ളം നൽകാവുന്ന സാഹചര്യമല്ല എന്നാണ് കർണാടക ജലസേചന മന്ത്രി രാമലിംഗ റെഡ്ഡി പറഞ്ഞത്. കാവേരി ജലം ലഭിക്കാത്തതിനാൽ വൈദ്യുതി ഉൽപാദനം താളം തെറ്റിയിരിക്കുകയാണെന്ന് DMK നേതാവ് തിരുച്ചി ശിവ ആരോപിച്ചു. ഇനി തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള വെള്ളം വിട്ടു നൽകാൻ കാവേരി റെഗുലേറ്ററി കമ്മിറ്റി കർണാടകയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മഴക്കുറവിനെ തുടർന്ന് അണക്കെട്ടുകളിലെ ജലനിരപ്പ് അപകടകരമാം വിധം താഴ്ന്ന നിലയിലാണെന്നും നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് കർണാടകയുടെ നിലപാട്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ ബംഗളൂരുവിൽ കാവേരി ജലസംബന്ധമായ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനുള്ള യോഗം ചേർന്നു. ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ്. ഗസയിൽ ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും സമ്പൂർണ്ണ നിരായുധീകരണത്തിന് കരാറിലെത്തി. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ 6 മാസം മുമ്പാണ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ അമേരിക്ക മുൻകൈയെടുത്തത്. 20-ദിന സമാധാന പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായാൽ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും എന്നാണ് ഈ 20-ദിന സമാധാന പദ്ധതിയിലുള്ളത്. എന്നാൽ ഇസ്രായേൽ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഈജിപ്ത്, ഖത്തർ, ടർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഹമാസുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് നിരായുധീകരണ തീരുമാനം. ഇതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി അറിയിക്കുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കുമ്പോൾ രാജ്യാന്തര സമുദ്രപാത സുരക്ഷിതമാക്കാനും കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനും നാവിക പ്രതിരോധ സഖ്യത്തിന് രൂപം നൽകി സൗദി അറേബ്യ. സഖ്യധാരണയിൽ 14 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഭീഷണി അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. 43 രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെയും പ്രതിനിധികളെയും പ്രതിരോധ സഖ്യ രൂപീകരണത്തിന് ക്ഷണിച്ചിരുന്നു. ശബരിമലയിലേക്ക് മിൽമയുടെ നെയ്യ് വേണ്ട എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് അപ്പവും അരവണയും ഉണ്ടാക്കും. മിൽമ നെയ്യ് ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും K. ജയകുമാർ പറഞ്ഞു. ഇപ്പോൾ ഈ പരാതി വരുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ ഇത് മിൽമയിലെ അന്വേഷണമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഈ വർഷത്തെ അരവണ നിർമ്മാണത്തിനും മറ്റും നമ്മൾ പല സാധനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചല്ലോ, ശർക്കര മറ്റേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആ കൂട്ടത്തിൽ എന്തായാലും നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അത് ഇത് കാരണം കൊണ്ട് എടുത്തതല്ല, ഇപ്പോൾ അത് ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ അവിടെ വന്ന നെയ്യ്, മിൽമ സപ്ലൈ ചെയ്ത നെയ്യിൽ ദോഷമുണ്ടായിരുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ എങ്ങനെ പരിശോധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാലക്കാട് തൃത്താല കൂടല്ലൂരിൽ ഹോട്ടലിൽ മോഷണം നടന്നു. പലഹാര അലമാര ഗുഡ്സ് ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കൂടല്ലൂർ ജാറം റോഡിന് സമീപത്തെ അറഫ ഹോട്ടലിൽ നിന്നാണ് ഈ പലഹാര അലമാര കടത്തിക്കൊണ്ടുപോയത്. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു ഈ മോഷണം. രാവിലെ ഹോട്ടൽ തുറക്കാനെത്തിയ ഉടമ ഹോട്ടലിന് പുറത്തുണ്ടായിരുന്ന അലമാര കാണാതായതോടുകൂടിയാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെടുന്നതും. തുടർന്ന് സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.